ആ എന്തായാലും ഇന്നും അപ്പച്ചൻ പ്രശ്നം ഉണ്ടാക്കിയ? അപ്പച്ചൻ എന്നും ചാരയുമായി വീട്ടിൽ കയറി വന്നു. അമ്മച്ചി അപ്പച്ചനോട് വഴക്കായി. ഞാനിങ്ങ് പോന്നു. എന്നാ പിന്നെ തന്റെ പഠിത്തം നടക്കട്ടെ. ഓ, പഠിക്കുന്ന തലയിൽ കയറുന്നില്ലേ? മറ്റെന്തൊക്കെയോ ചിന്തകളാ. ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടാതെ പഠിക്കാൻ നോക്കില്ലെന്നാ? ഞാൻ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്തതാണെന്ന് ഇയാൾക്ക് തന്നെ അറിയാം. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാം ആവശ്യമില്ലാത്ത. കൊള്ളാം, നല്ല ഫിലോസഫി. ഞാൻ പഠിച്ച് വലിയൊരാളാവണമെന്ന അമ്മച്ചിയുടെ ആഗ്രഹം. പാവം അമ്മച്ചി എന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്റെ ആഗ്രഹവും അത് തന്നെയല്ലെന്നാ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞോണ്ടിരിക്കാണോ രണ്ടുപേരും? ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്നും പറഞ്ഞ് ഞാൻ പഠിക്കാൻ വന്നതാ. ശരി ശരി. അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ, നമുക്ക് പുറത്തു പോയിരിക്കാം. വാ. എന്നാ പഠിച്ചോട്ടെ, നമ്മള് ശല്യാവണ്ട. സുധി, എന്നെ എന്തിനാണ് ഒഴിവാക്കാൻ നോക്കുന്നത്? നിന്നെ എന്താണ് സുധി ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ? ശ്യാം, ദയവ് ചെയ്തെന്നെ ശല്യം ചെയ്യരുത്. എന്തുകൊണ്ട്? ഒരിക്കലും ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? നല്ല ജോലി നേടണം, സമ്പാദിക്കണം, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നും നീ പറഞ്ഞു. ദാ ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ലൊരു കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം ശ്യാം. അസുഖം ബാധിച്ചു കിടക്കുന്ന അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ സഹോദരന് മാത്രം എന്റെ ലോകം. എന്നെ മറക്കണം. എത്ര നിസ്സാരമായിട്ടാണ് സുധി നീ ഇത് പറയുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ദയവ് ചെയ്തെന്നെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്. ആഹാ, നീ ഇത് ആരോർത്തോണ്ടിരിക്കുക? മഴ വരുന്നത് കണ്ടില്ലേ? ഞാൻ എത്ര നേരമായി അവിടെ കിടന്ന് വിളിക്കുന്നു. നിന്നെ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുക. നീ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, നമുക്ക് മറ്റാരും ഉണ്ടെന്ന് വിചാരിക്കണ്ട. പഠിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കണം എന്ന് മാത്രമായിരിക്കണം നിന്റെ ചിന്ത. എന്നാലും അമ്മച്ചി ശരൺ, എന്റെ മോളെ, നമ്മളെ ഒന്ന് സഹായിച്ചു എന്നുള്ളത് ശരിയാ. അവൻ നല്ലവനല്ലെന്നും പറയുന്നില്ല. പക്ഷേ അമ്മച്ചിക്ക് മോളുടെ ഭാവിയാ വലുത്. ഹലോ. അല്ല, ലെന എങ്ങോട്ടാ? ഇവിടെ അടുത്ത് റീനയുടെ വീട്ടിലേക്കാ. എന്റെ ഒരു ബുക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് മേടിക്കാനാ. എന്നാ ശരി. ശരൺ, ആ എന്താ? താങ്ക്സ് എന്തിന്? അല്ല, അന്ന് എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ഹേയ്, അതിന് നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പച്ചൻ എന്നും വഴക്കാ. കുടിച്ച് ബോധമില്ലാതെ എന്നും പ്രശ്നമാ. എങ്ങോട്ടെങ്കിലും ഓടിപ്പോണെന്ന് പലവട്ടം ആലോചിച്ചതാ. അമ്മച്ചി ഓർത്തോണ്ട് മാത്രമാ. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മച്ചിക്ക് ശരണ്യ വലിയ ഇഷ്ടാ. അമ്മച്ചിക്ക് മാത്രമല്ല. എന്നാ ശരി, ഞാൻ വരട്ടെ, പിന്നെ കാണാം. നീ എന്റെ മുന്നിൽ തന്നെ വന്ന് പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവന്റെ കണക്കൊന്ന് തീർക്കാനുണ്ട്. ഇറങ്ങണടാ. ആ മത്ത് ബേബിക്ക് ഭ്രാന്താടാ. പണി കൊടുക്കണോ അവന്? അയാള് വെറും വൃത്തികെട്ടവനാടാ. ലെനയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അയാളുടെ കയ്യിൽ നിന്ന് നിനക്ക് അവളെ ഒന്ന് രക്ഷിച്ചൂടെ? നീ എന്തായി പറയുന്നേ? അവളുടെ മനസ്സിലെ ഹീറോ നീ അല്ലടാ. എന്നാ ഞാൻ പുറത്തുണ്ടാവും. ശരൺ എന്നോട് ക്ഷമിക്കണം. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാ. എന്താടോ ഇത്? താൻ എന്ത് തെറ്റ് ചെയ്യുന്ന? എന്റെ അപ്പച്ചൻ ക്രൂരനാണ്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അപ്പച്ചനെ നല്ലൊരു മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. താൻ വിഷമിക്കണ്ട. കാലം മായ്ക്കാത്തായിട്ട് ഒന്നുമില്ല, എല്ലാം ശരിയാവും. താൻ ആ കണ്ണീരോടൊക്കെ. ശരണ് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ മരുന്ന് ഇപ്പൊ കഴിക്കണ്ടാണ്. മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കുറഞ്ഞോളും. ആശാൻ അറിഞ്ഞില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാ പോയത്. തന്റെ അപ്പച്ചനെ കുറെ ചീത്തയും പറഞ്ഞാ പോയത്.
മരുന്ന് കഴിക്കണ്ടേ? അപ്പച്ചാ, വേണ്ട, ഞാൻ എടുത്തു തരാം. കുറവുണ്ടല്ലോ അല്ലേ? ആ ഇതാ. മതിയോ? ഞാൻ പോയിട്ട് വരാം. പിന്നെ ഇവിടെ വന്നാരും വീട്ടിലറിയണ്ട. ആ. ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ മനസ്സിലെ ശരിക്കുള്ള ഹീറോ ആരാണെന്ന്? ലെനെ, ഇത്രയും നേരം നീ എവിടെ പോയിരിക്കുമായിരുന്നു? ശരണ്യെ കാണാൻ ഹോസ്പിറ്റലിൽ വരെ പോയതാ അമ്മച്ചി. ഞാൻ പറഞ്ഞല്ലേ മോളെ ഒന്നും വേണ്ടാന്ന്. അമ്മച്ചി, നമ്മൾ എന്നെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ ശരണ്യെ ക്രൂരത മുഴുവൻ അനുഭവിക്കുന്നത്. ആ പാവത്തിനെ അപ്പച്ചൻ തല്ലി ചതച്ചു. എന്നിട്ടൊരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാത്ത ശരണ്ന്റെ മുഖം മനസ്സിന് മായുന്നില്ല അമ്മച്ചി. എല്ലാം കർത്താവ് കാണുന്നുണ്ട് മോളെ. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് നെഞ്ചിൽ തീയാണ്. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചിക്കൊന്ന് അവിടം വരെ പോക്കൂടെ? വേണ്ട മോളെ, നിന്റെ അപ്പച്ചൻ അറിഞ്ഞാൽ പിന്നെ അത് മതി. ആ, നീ വലുതും കഴിച്ച് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ല്. അമ്മ ഞാൻ പോയിട്ട് വരാവേ. സുധി, ഒരു നിമിഷം. ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാണ്. സുധി പറഞ്ഞ പോലെ ഞാൻ ഇനി ശല്യപ്പെടുത്താനോ സുധിയെ കാണാനോ വരില്ല. പക്ഷെ മറക്കണമെന്ന് പറഞ്ഞില്ലേ, അതുമാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ശ്യാമിന് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വയ്യാതെ കിടക്കുന്ന അമ്മയെ വിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അതിന് വീടും അമ്മയെ ഉപേക്ഷിച്ചു വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയാം. സുധിയുടെ അമ്മ എനിക്കും അമ്മയെ പോലെ തന്നെയല്ലേ. ഇനിയും എന്നെ വിഷമിപ്പിക്കല്ലേ സുധി, പ്ലീസ്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വാ, കയറ്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. സർ, സർ എന്ത് പറ്റി? സർ, എന്താ സർ? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും കാണാതെ സാർ ഇവിടെ ഇറങ്ങില്ല. ഒന്നുമില്ലെന്നേ. എടോ, നിങ്ങൾ രണ്ടോ അകത്തിരുന്നാ മതി. സർ, ഓ എടോ, ഇതെന്റെ സ്വന്തം കാര്യമാണ്. മര്യാദയ്ക്ക് യൂറിനൊന്ന് പാസ് ചെയ്തോട്ടെ. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല. ഓക്കെ സർ. പോ. എന്തോ ഓക്കെ. മേഡം അകത്ത് കയറിയിരുന്നു. പറ്റില്ല. അദ്ദേഹത്തിന്റെ സേഫ്റ്റിയാണ് നമ്മുടെ. മേഡം അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാനാ. സർ, ഒന്നുമില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. അയ്യോ സർ, സോറി. വണ്ടി കയറി. ഓക്കെ. ഒരു ഓക്കെ, ഒരു സോറി. കമോൺ ഫാസ്റ്റ്. എന്താ സാറ് വേണ്ടത്? കോഫി പറയാല്ലേ? ആ മതി. 2 കോഫി. ആ ശരി. ഹോ, ഇപ്പോഴാണ് സമാധാനമായത്. അതെന്താ? ഒന്നും അറിയാത്ത പാവം കൊച്ച്. ഇത്രയും നാളും നീ എന്നെ തീറ്റിക്കല്ലായിരുന്നോ? ബാംഗ്ലൂർക്ക് എപ്പോഴാ പോകുന്നേ? 2 ദിവസം കഴിഞ്ഞ് പോണം. തിരിച്ചെപ്പോഴാ വരുന്നേ? വന്നിട്ടിപ്പം എന്തിനാ? ഒന്നും വേണ്ട. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മിട്ടു ഇപ്പം എന്ത് ചെയ്യോ? ഇവിടെ ഒരു വേലായുധനാശാന്റെ വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട്. സുദീപ് എങ്ങോട്ട് ഇറങ്ങിയതോ? രാധികയുടെ വീട്ടിലോട്ടാ. ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ട്. ആ, അവളൊരു ചുരിദാർ തയ്ച്ചത് കൊടുക്കണം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട്. ഓ,
എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ആ